ഇപ്പോൾ കൊച്ചി വ്ളോഗ്സിൻ്റെ വേറൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ടെൻറ്റ് വാങ്ങാനായിട്ട് ഡെക്കാത്ലോണിൻ്റെ വൈറ്റ്ലയിലുള്ള സ്റ്റോറിലാണ് അവരുടെ. അപ്പോൾ ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമോയെന്ന് അവരുടെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അന്നേരം അതൊരു പെർമിഷൻ തരുവാണെങ്കിൽ നമുക്ക് അതിനകത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ടെൻറ്റ് വാങ്ങിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഡെക്കാത്ലോണിൻ്റെ അകത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡെക്കാത്ലോണിൻ്റെ അകത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ ടെൻറ്റ് പർച്ചേസ് ചെയ്യാനാണ് അതിനകത്ത് വന്നത്. ബാക്കി കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയായാലും നമുക്ക് ഇത് രണ്ടിലേതെങ്കിലും ഒരു ടെൻറ്റ് നമുക്ക് എടുക്കണം. പക്ഷേ ഇവിടെ കോവിഡിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കിവിടെ അധികം നേരം ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ അവർ തന്നിട്ടില്ല. കാര്യം ഇവിടെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നമുക്കത് പുറത്ത് വന്ന അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മളിത് ടെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അന്നേരം ഇതൊന്ന് ഇനി അൺബോക്സ് ചെയ്യണം. അതിനൊക്കെ ബാക്കി പരിപാടികളൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം ഒന്ന് സമാധാനത്തെ ഇവിടെ വെച്ച് ഇത് തുറക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. കാരണം കോവിഡിൻ്റെ സീനായതുകൊണ്ട് ഇതിനകത്ത് തന്നെ ഭയങ്കര വിഷയമായിരുന്നു. അവർ അധികം നേരം ഒന്നും അകത്ത് നമ്മളെ നിർത്തിയില്ല. അപ്പോൾ നമ്മളിതിന് വീട്ടിൽ ചെന്ന് ഇത് അൺബോക്സ് ചെയ്ത് ഇതിനകത്ത് നമ്മളെല്ലാം സെറ്റപ്പ് ചെയ്ത് ഒന്ന് ഇരുന്ന് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കൊച്ചി വ്ളോഗ് എപ്പിസോഡ് 3 അതോടെ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി എപ്പോഴെങ്കിലും കൊച്ചി വന്ന് നമ്മൾ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ കൊച്ചി വ്ളോഗ് എപ്പിസോഡ് 4 തൊട്ട് അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൊച്ചിയോട് ഇന്നത്തേക്ക് വിട പറയുന്നു. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻറ്റ് വാങ്ങി ഇതേ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്കിതിന് വീട്ടിൽ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇത് അൺബോക്സ് ചെയ്ത് ഇതിൻ്റെയൊക്കെ വിശദ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം. കാരണം എനിക്ക് ഇന്നിപ്പം തിരിച്ച് വീട്ടിൽ പിടിക്കണം, അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. ഇത് നൈറ്റ് ഡ്രൈവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ടെൻറ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെൻറ്റ് അൺബോക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ഇങ്ങനെ വേണ്ടത് ഇതാണ് ടെൻറ്റിൻ്റെ സ്റ്റിക്ക് വരുന്നത്. പിന്നെ ഇത് യൂസർ മാനുവൽ, ഇതെങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള യൂസർ മാനുവൽ, ഇത് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തേക്കുണ്ട്. അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല. വേറെ ഇതിനകത്ത് ഒരു സംഭവം അത് നമുക്ക് അവസാനം കാണിക്കാം. ഇനി നമുക്ക് ഇത് തുറക്കാം. ഇതതിൻ്റെ മേളിൽ വരുന്ന ഇങ്ങനെ വിരിച്ചിടാം. അതിനുശേഷം നമ്മൾ അത് 2 കമ്പി വരുന്നുണ്ട്. ഈ കമ്പി നമ്മളിങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഈ 2 കമ്പി സെറ്റ് ചെയ്തെടുക്കുക.
നമ്മൾ 2 കമ്പിയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സെറ്റ് ചെയ്യണം. ആദ്യം നമുക്ക് ഒരു കമ്പി അതേപോലെ തന്നെ അത് ഇവിടെയും അതിൻ്റെ ഒരു ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ ഇതിനകത്ത് തന്നെ ബ്ലോക്ക് ചെയ്ത് ഉറപ്പിച്ച് വെക്കും. ഇനി അതേപോലെ ഇവിടെയും നമ്മളത് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ 2 കമ്പിയും ടെൻറ്റിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഹുക്ക് വരുന്നത് ഈ ഒരു ഹുക്ക് നമ്മൾ ഈ മേളത്തെ കമ്പി ഉണ്ടോ ഇതിലാണ് കൊണ്ടുപോയി സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ഒരെണ്ണം അങ്ങോട്ട് മാറി. അങ്ങനെ ഇതിൻ്റെ സൈഡിലുള്ള എല്ലാത്തിലും നമ്മളത് അതേപോലെ തന്നെ ഹുക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെൻറ്റിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. ഇതാണ് ടെൻറ്റിൻ്റെ മേളിൽ വരുന്നൊരു ലെയർ. ഇത് നമുക്കിനി ടെൻറ്റിൻ്റെ മേളിലേക്ക് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിനാണ് ഈ ഹുക്ക് ഇവിടെ കൊടുത്തേക്കണം. ഇത് 4 വശത്തുണ്ട്. ഇത് 4 നമ്മൾ 4 വശത്തും അതേപോലെ പിടിച്ചിട്ടുണ്ട്. അത് ഇത് പറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇതിപ്പോൾ നല്ലൊരു കാറ്റിലോ മഴയിലോ ഇത് പറന്നു പോകാൻ ചാൻസ് ഇല്ലേന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ താഴെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം അവർ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മണ്ണിൽ അടിച്ച് തറകളിലൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ട് ഇത് കണ്ടോ, ഇതിനകത്ത് ഈ വള്ളി കെട്ടി, ഈ വള്ളി 4 സൈഡും കെട്ടി നമുക്ക് വലിച്ച് ഇവിടെ കുറ്റി അടിച്ച് നിർത്തി. അന്നേരം ഏകദേശം ഒരു അളവ് പറയുന്നുണ്ട്, ഇത്ര കാറ്റിലൊന്നും ഇത് ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്നാണ് അവർ പറയണത്. അപ്പോൾ നമുക്ക് ടെൻറ്റിനകത്തൊന്ന് ഇരുന്ന് നോക്കാം. അപ്പോൾ ടെൻറ്റ് അൺബോക്സ് ചെയ്ത് ടെൻറ്റിനകത്താണ് ഇരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ നമുക്ക് ലൈറ്റൊക്കെ തൂക്കാൻ പറ്റിയ രീതിയിൽ ഒരു ഹുക്ക് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ ലൈറ്റ്, നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റുകൾ ഇതിനകത്ത് തൂക്കിയിടാം. ടെൻറ്റിനകത്ത് അപ്പോൾ നല്ല വെട്ടം കിട്ടും. പിന്നെ ഇത് കണ്ടോ, ഇത് ഡബിൾ ലെയറാണിത്. ഇത് തുറന്നിട്ട് അതിനകത്ത് വളരെ ഈച്ചയോ കൊതുകോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അകത്ത് കിടക്കില്ല. പിന്നെ നമ്മളുടെ കൊച്ചി വ്ളോഗിൻ്റെ 3ാമത്തെ എപ്പിസോഡായിരുന്നു. അതാണ് നമ്മൾ ഡെക്കാത്തോളിൽ നിന്ന് ടെൻറ്റ് പർച്ചേസ് ചെയ്ത് അവിടെ വെച്ച് അൺബോക്സ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ വന്ന് ഇപ്പോൾ അൺബോക്സ് ചെയ്തെല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അന്നത്തോടെ നമ്മുടെ കൊച്ചി വ്ളോഗിൻ്റെ ലാസ്റ്റ് എപ്പിസോഡും ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് സൈനിങ് ഓഫ് അമീൻ.